തെരുവുനായ വിഷയത്തിൽ സ്വരം കടുപ്പിച്ച് ഹൈക്കോടതി. ഒട്ടേറെ പേർക്കാണ് നായകളുടെ കടിയേൽക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട് പരിഗണനയിലുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ ഉണ്ടായേ തീരൂ എന്ന് കോടതി പറഞ്ഞു. കുട്ടികൾ ഉൾപ്പെടെയാണ് തെരുവുനായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നതെന്നും ജസ്റ്റിസ് CS ഡയസ് ചൂണ്ടിക്കാട്ടി. നായകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് 9,000-ലധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ ജസ്റ്റിസ് ഷിരി ജഗൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തീരുമാനം എന്താണെന്ന് കോടതി സർക്കാരിനോട് ആരാഞ്ഞു. ഇക്കാര്യത്തിൽ നേരത്തെയും കോടതി സർക്കാരിൽ നിന്ന് മറുപടി ആവശ്യപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമറിയിക്കണം. തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണം തുടർ നടപടി വൈകുന്നു. ലൈസൻസ് ഇല്ലാതെ തെരുവുനായകളെ കൂട്ടത്തോടെ പാർപ്പിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. നായകളെ സംരക്ഷിക്കുന്നതിന് എതിരല്ല, പക്ഷേ നിയമപ്രകാരമുള്ള ലൈസൻസുകൾ ഉണ്ടായിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ തെരുവുനായകളുടെ കടിയേൽക്കുന്നവർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം അനുവദിക്കുന്ന കാര്യത്തിൽ കോടതി സർക്കാരിനോട് നിലപാട് ആരാഞ്ഞിരുന്നു. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35B പോർ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ വിദഗ്ധ സംഘം മടങ്ങി. ബുധനാഴ്ച രാത്രി 8:30-യോടെയാണ് സംഘം മടങ്ങിയത്. ബ്രിട്ടനിൽ നിന്ന് വൈകിട്ടെത്തിയ C-17 ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് സംഘാംഗങ്ങളെയും വിമാനം കെട്ടിവലിക്കാനെത്തിച്ച ഉപകരണങ്ങളും കൊണ്ടുപോയത്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ മൂലം 39 ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനം ചൊവ്വാഴ്ചയാണ് മടങ്ങിയത്. അറബിക്കടലിൽ സഞ്ചരിച്ച ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനം ഇന്ധനം തീരാറായതോടെ കഴിഞ്ഞ മാസം 14-നാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത്. അടിയന്തര ലാൻഡിംഗിനിടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടാകുകയായിരുന്നു. 14 മുതൽ ഈ മാസം 6 വരെ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസായി 5 ലക്ഷം രൂപ ബ്രിട്ടീഷ് സേന വിമാനത്താവളം നടത്തിപ്പുകാരായ അദാനി കമ്പനിക്ക് നൽകിയതായാണ് വിവരം. അറ്റകുറ്റപ്പണിക്കായി 6 മുതൽ തിങ്കളാഴ്ച വരെ ഹാങ്ങർ ഉപയോഗിച്ചതിനുള്ള വാടക എയർ ഇന്ത്യയ്ക്കും നൽകും. കേരള സർവകലാശാല വിവാദത്തിൽ ഗവർണറുമായി സർക്കാർ സമവായത്തിന് ശ്രമിക്കുമ്പോഴും നിലപാട് കടുപ്പിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സെനറ്റ് ഹാളിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ഗവർണറോട് അനാദരവ് കാട്ടിയെന്ന പേരിൽ സസ്പെൻഷനിലായ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവയ്ക്കാൻ ഫിനാൻസ് ഓഫീസർക്ക് VC നിർദ്ദേശം നൽകി. ജൂലൈ 2-നാണ് VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ജൂലൈ 6-ന് VCയുടെ അസാന്നിധ്യത്തിൽ ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. തുടർന്ന് രജിസ്ട്രാറുടെ ചുമതല വീണ്ടും ഏറ്റെടുത്തതായി യൂണിവേഴ്സിറ്റി ഉത്തരവും ഇറക്കി. VC പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയെങ്കിലും അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം എന്നും ഓഫീസിൽ ഹാജരാകുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവയ്ക്കാനും നിയമപ്രകാരമുള്ള ഉപജീവന ഭത്ത അനുവദിക്കാനും ഫിനാൻസ് ഓഫീസർക്കും VC നിർദ്ദേശം നൽകിയത്. CPM-ന് മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഇക്കാലഘട്ടത്തിലെ ജനാധിപത്യ ശക്തികൾക്കും വലിയ നഷ്ടമാണ് VS അച്യുതാനന്ദന്റെ വിയോഗം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. VSന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുശോചന യോഗത്തിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ അതുല്യമായ പങ്കുവഹിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് VS എന്ന് പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവുമായി ഇഴചേർന്നതാണ് ആ ജീവിതം. അമേരിക്കൻ മോഡൽ എന്ന പേരിൽ രാജ്യഭരണം നിലനിർത്താൻ സർ CP നടപടിയെടുത്തപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞ പുന്നപ്ര വയലാർ സമരസഖാക്കളുമായി ബന്ധപ്പെട്ടതാണ് VSന്റെ ജീവിതം. കേരളത്തിലെ തൊഴിലാളി സംഘടനയും കർഷക പ്രസ്ഥാനവും ശക്തിപ്പെടുത്താൻ പോരാടിയ നേതാവാണ് അദ്ദേഹം. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയ VS P. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം മനോഹരമായി നടപ്പാക്കി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും CPM-ലും കണ്ട സംഘാടന രീതി ഈ അടിത്തറയിൽ നിന്നാണ് VSന് ലഭിച്ചത്. കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് VS നൽകിയത്. ജാതിമത ശക്തികളുടെ ഇടപെടലിനെതിരെ നിരന്തരം പോരാടിയ ജീവിതമാണ് അദ്ദേഹത്തിന്റേത്. എല്ലാ ഘട്ടത്തിലും തൊഴിലാളി വർഗ താൽപര്യം ഉയർത്തിപ്പിടിക്കാൻ VS ശ്രമിച്ചിരുന്നു. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം നമ്മുടെ നാടിന്റെ മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാന പങ്കുവഹിച്ചപ്പോൾ ആ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ VSനായെന്നും നിയമസഭയിലടക്കം വ്യത്യസ്തമായ പാർലമെന്ററി ചുമതലകൾ അദ്ദേഹം വഹിച്ചുവെന്നും കോടതി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃത്വം വലിയ തോതിൽ സമൂഹം ശ്രദ്ധിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ പതറാത്ത നിലപാടുകൾ പാർട്ടിയുടെ വളർച്ചയ്ക്ക് കരുത്തു പകർന്നു. പ്രതിസന്ധിയിൽ പതറാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവായിരുന്നു VS. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മികവാർന്ന സംഘാടകനെന്ന നിലയിലാണ് കേരളത്തിൽ VS പ്രവർത്തിച്ചത്. കേരളത്തിന്റെ ഉത്തമനായ സന്താനത്തെ അംഗീകരിക്കാൻ എല്ലാവരും സന്നദ്ധരായതെന്ന് ചാരിതാർത്ഥ്യം നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കം. UK, മാൽദ്വീപ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ന് ഉച്ചയോടെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട മോദി പ്രാദേശിക സമയം രാത്രി 7:30-യോടെയാണ് ലണ്ടനിലെത്തുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വിദേശയാത്ര. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KS സ്റ്റാമറുടെ ക്ഷണപ്രകാരമാണ് മോദി ലണ്ടനിലെത്തുന്നത്. UK-യുമായി നിർണായകമായ വ്യാപാര കരാറുകളിൽ ഇന്ത്യ ഒപ്പുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക എന്നതും സന്ദർശനത്തിന്റെ ലക്ഷ്യമാണ്. ചാൾസ് മൂന്നാമൻ രാജാവുമായും മോദി കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അറിയിച്ചു. പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയ ശേഷം 4-ാം തവണയാണ് മോദി UK
UK സന്ദർശിക്കുന്നത്. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും മോദിക്കൊപ്പം UKയിലെത്തിയിട്ടുണ്ട്. മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് ലണ്ടൻ നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഖലിസ്ഥാൻ അനുകൂല സംഘടനകളുടെ പ്രതിഷേധമടക്കമുണ്ടാകുമെന്ന റിപ്പോർട്ടുള്ളതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ജൂൺ 12-ന് അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൌരന്മാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മാറിയെന്ന റിപ്പോർട്ടിൽ പ്രതികരിച്ചു ഇന്ത്യ. UK മാധ്യമമായ ഡെയിലി മെയിലാണ് ബ്രിട്ടീഷ് പൌരന്മാരുടെ മൃതദേഹാവശിഷ്ടങ്ങളിൽ മറ്റാരുടെയോ അവശിഷ്ടങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇത്തരമൊരു അബദ്ധം സംഭവിച്ച കാര്യം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിഷയത്തിൽ UK സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. UK മാധ്യമത്തിന്റെ റിപ്പോർട്ടും ഞങ്ങൾ കണ്ടു. UK സർക്കാരുമായി ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിദാരുണമായ അപകടത്തിൽ ആളുകളെ തിരിച്ചറിയാനായി നിലവിലുള്ള പ്രോട്ടോക്കോളുകൾ പ്രകാരമാണ് ബന്ധപ്പെട്ട അധികൃതർ പ്രവർത്തിച്ചത്. മൃതദേഹാവശിഷ്ടങ്ങൾ തികച്ച പ്രൊഫഷണലിസത്തോടെയാണ് കൈകാര്യം ചെയ്തത്. വിഷയത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഏതു കാര്യവും ഞങ്ങൾ പരിശോധിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും തകർന്നുവീണ്ട മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലുണ്ടായിരുന്ന 19 പേരുമാണ് മരിച്ചത്. ഇതിൽ 52 പേർ ബ്രിട്ടീഷ് പൌരന്മാരാണ്. ഇതിൽ ഒരാളുടെ മൃതദേഹാവശിഷ്ടങ്ങൾക്കൊപ്പം മറ്റാരുടെയോ അവശിഷ്ടങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മറ്റൊരാളുടെ മൃതദേഹം മാറിയെന്നുമാണ് ഡെയിലി മെയിലിന്റെ റിപ്പോർട്ട്. മൃതദേഹം മാറിയതിനെ തുടർന്ന് ഒരാളുടെ സംസ്കാര ചടങ്ങുകൾ ബന്ധുക്കൾ റദ്ദാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മരണങ്ങൾ അന്വേഷിക്കുന്ന ബ്രിട്ടന്റെ സ്വതന്ത്ര ജുഡീഷ്യൽ ഉദ്യോഗസ്ഥ വിഭാഗമായ ഇന്നർ വെസ്റ്റ് ലണ്ടൻ കൊറോണർ കോർട്ട് നടത്തിയ DNA പരിശോധനയിലാണ് മൃതദേഹങ്ങൾ മാറിയെന്ന് കണ്ടെത്തിയത്. ഇന്ന് UK സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷ. ഗുജറാത്തിൽ അൽഖ്വയ്ദയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിൽ. വ്യാജ കറൻസി റാക്കറ്റ് നടത്തുകയും ഭീകരസംഘടനയുടെ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കുകയും ചെയ്തതിന് മുഹമ്മദ് ഫായിഖ്, മുഹമ്മദ് ഫർദീൻ, സെയ്ഫുള്ള ഖുറേഷി, ഷീസാൻ അലി എന്നിവരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡായ ATS അറസ്റ്റ് ചെയ്തു. ഭീകരസംഘടനയായ അൽഖ്വയ്ദയുടെ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കാൻ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും സംശയാസ്പദമായ ആപ്പുകളും ഇവർ ഉപയോഗിച്ചിരുന്നുവെന്ന് ATS അറിയിച്ചു. ആശയവിനിമയത്തിന്റെ തെളിവ് നശിപ്പിക്കാൻ ഇവർ ഓട്ടോ ഡിലീറ്റ് ആപ്പ് ഉപയോഗിച്ചുവെന്നും പ്രതികളെ ചോദ്യം ചെയ്യുകയാണെന്നും ATS വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. നിമിഷപ്രിയന്റെ അമ്മ പ്രേമകുമാരി യമനിൽ വീട്ടുതടങ്കലിലാണ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് സേവ് നിമിഷപ്രിയ ഫോറം അറിയിച്ചു. ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റെന്തൊക്കെയോ താൽപര്യങ്ങൾ ഉണ്ടാകുമെന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി പറഞ്ഞതായി സേവ് നിമിഷപ്രിയ ഫോറം പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ന് രാവിലെ കൂടി ഞാൻ പ്രേമകുമാരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അവർ യമനിൽ തടവിലോ വീട്ടുതടങ്കലിലോ ആരുടെ കസ്റ്റഡിയിലോ അല്ല എന്ന് കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ പവർ ഓഫ് അട്ടോർണി ഹോൾഡറായ സാമുവൽ ജെറോമിന്റെ സംരക്ഷണത്തിൽ എന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് അവർ യമനിൽ തുടരുന്നത്. നിമിഷപ്രിയ മോചനവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള $40,000 കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഈ പണം യമനിൽ കേസ് നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച യമൻ സ്വദേശിയായ വക്കീലിന്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള അപേക്ഷകളും ആക്ഷേപങ്ങളും ഓഗസ്റ്റ് 7 വരെ സ്വീകരിക്കും. ഓഗസ്റ്റ് 29-ന് തിരുത്തലുകൾ പൂർത്തിയാക്കിയ അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 30-ന് പ്രസിദ്ധീകരിക്കും. 2.66 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 1.26 കോടി പുരുഷന്മാരും 1.40 കോടി സ്ത്രീകളും 233 ട്രാൻസ്ജെൻഡർമാരും കരട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്.